റബീഉൽ അവ്വലിലെ ചില തീയതികൾ മാറ്റി പറഞ്ഞവർ പ്രഗത്ഭർ തന്നെയുണ്ട്. എന്നാൽ പോലും റബീഉൽ അവ്വലിലാണ് എന്ന് പറഞ്ഞതിന് മാറ്റം എന്നാലും വരൂല. റബീഉൽ അവ്വൽ അല്ലാത്ത മാസം എന്ന് പറഞ്ഞത് വളരെ ബാലിശവും ചവറ്റുകൊട്ടയിലേക്ക് എറിയപ്പെടേണ്ടതുമാണെന്ന് തന്നെയാണ് നമ്മുടെ ഇമാമികൾ വിവരിക്കുന്നത്. ഈ മങ്കൂസ് മൗലിദ് ഇത്തരം മഹാന്മാർ ഉണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ മങ്കൂസ് എന്ന ഇതിൻ്റെ പേര് തന്നെ ചിന്തിച്ചാൽ ഇതിൻ്റെ പ്രാമാണികത നമുക്ക് ബോധ്യപ്പെടും. മങ്കൂസ്, ചെറിയത്, ചുരുക്കപ്പെട്ടത് എന്നൊക്കെ അതിനർത്ഥമുണ്ട്. മുഖ്തസർ എന്ന അർത്ഥത്തിലാണ്, മറ്റൊരു ഗ്രന്ഥത്തിൽ നിന്ന് അവലംബിച്ച് ചുരുക്കപ്പെട്ടത് എന്ന അർത്ഥത്തിലാണെങ്കിൽ മങ്കൂസ് മൗലിദ് മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ വലിയ സുബ്ഹാന മൗലിദിൽ നിന്ന് ചുരുക്കിയെടുത്ത മൗലിദാണ്. ആ സങ്കല്പത്തിനും ആ നിരൂപണത്തിനും നല്ല ന്യായം കാണാം. നമ്മൾ ഏടുകളിൽ തന്നെ വലിയ ഏടില്ലേ, കുറേ മൗലിദുള്ള ഏട്, ആ ഏടിൽ നോക്കിയാൽ വലിയ സുബ്ഹാന മൗലിദ് കാണാം. വലിയ സുബ്ഹാന മൗലിദിൻ്റെ അവസാനത്തിൽ തന്നെ കാണാം അത് ഗസാലി ഇമാമിൻ്റെ രചനയാണെന്നതിലേക്ക് സൂചന. ഫസ്ഫഹ് വമുന്ന ബിജംഇ ശംലിൻ വസ്ഫഹ് വമുന്ന ബിജംഇ ശംലിൻ വഗ്ഫിറൻ ലിമുഹമ്മദ് ഇബ്നി മുഹമ്മദ് ഇബ്നി മുഹമ്മദീൻ വലിയ സുബ്ഹാന മൗലിദിൻ്റെ അവസാനത്തിലുണ്ട്. മുഹമ്മദ് ഇബ്നു മുഹമ്മദ് ഇബ്നു മുഹമ്മദ്, മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനോട് ഗസാലി റളിയല്ലാഹു അൻഹു ആരാ പേര്, ആരാണ് നിങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടിയാണ് മുഹമ്മദ് ഇബ്നു മുഹമ്മദ് ഇബ്നു മുഹമ്മദ്. ആ പേര് പറഞ്ഞിട്ട് ഫസ്ഫഹ് വമുന്ന ബിജംഇ ശംലിൻ വഗ്ഫിറൻ ലിമുഹമ്മദ് ഇബ്നി മുഹമ്മദ് ഇബ്നി മുഹമ്മദി എന്ന് വലിയ സുബ്ഹാന മൗലിദിൻ്റെ അവസാനത്തെ വരി അതാണ്. അപ്പോൾ ആ ഗസാലി ഇമാമിൻ്റെ വലിയ സുബ്ഹാന മൗലിദിൽ നിന്ന് ചുരുക്കിയതാണെന്നതിന് അടിസ്ഥാനപരമായി തന്നെ രേഖ കാണുന്നുണ്ട്. കാരണം വലിയ സുബ്ഹാന മൗലിദിലെ മിക്ക ബെയ്ത്തുകളിൽ പ്രധാനപ്പെട്ട ബെയ്ത്തുകളും പരാമർശങ്ങളും അതിൽ നിന്ന് വിശദീകരണമോ രണ്ടു വട്ടം പറഞ്ഞതൊക്കെ മാറ്റിയിട്ട് എഴുതപ്പെട്ടതാണ് മങ്കൂസ് മൗലിദ് എന്ന് മനസ്സിലാക്കുക. അതിലത്തെ വിഷയങ്ങൾ ഇതിലുണ്ട്. അതിലത്തെ ബെയ്ത്തുകൾ അപ്പാടെടുത്ത് വെച്ചുകൊണ്ട് ആ ബെയ്ത്തൊക്കെ വലിയ സുബ്ഹാന മൗലിദിലുള്ളതാണ്. ഇന്ന ബൈതൻ അന്ത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലസ്സുറുജി, ആ ബെയ്ത്തുകളും വലിയ സുബ്ഹാന മൗലിദിലുള്ളതാണ്. അപ്പോൾ വലിയ സുബ്ഹാന മൗലിദിലുള്ള ഏതാനും ബെയ്ത്തുകളടക്കം പല ഈരടികളുമടക്കം അതിലെ കഥകൾ ചുരുക്കി ഉണ്ടാക്കിയത് കൊണ്ട് മങ്കൂസ് മൗലിദ് എന്നതിന് പേര് പറയുന്നു. അല്ല, ചെറിയ മൗലിദ് എന്ന നിലക്ക് എല്ലാ മൗലിദുകളെക്കാളും ചെറുതായി ആപേക്ഷികമായി ചെറുത് എന്ന നിലക്കാണ് മങ്കൂസ് മൗലിദ് എന്ന് പറഞ്ഞു വരുന്നതെന്നും പറയുന്നു. ഏതർത്ഥത്തിലാണെങ്കിലും മങ്കൂസ് മൗലിദ് എന്ന പേരിൽ ഗസാലി ഇമാമിൻ്റേത് ചുരുക്കിയതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ശരി, മങ്കൂസ് മൗലിദിലുള്ളതെല്ലാം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ മൗലിദിലുമുണ്ട് എന്ന് വന്നാൽ തന്നെ അതിൻ്റെ വിശ്വാസ്യതയെ സംബന്ധിച്ചോ പ്രാമാണികതയെ സംബന്ധിച്ചോ ഗസാലിയെ പറഞ്ഞ ഒരാൾക്ക് സംശയിക്കേണ്ടതില്ല, പിന്നെ തിരിയുന്ന ഒരാൾക്ക്. അപ്പം ഇമാം സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളവർകൾ ഉണ്ടാക്കിയ മഹാസുന്ദരമായ മൗലിദിൽ കർത്താവിൻ്റെ പേരിൽ എന്നതിൻ്റെ പേരിൽ വാറോല എന്ന് പറയുന്നത് വളരെ അബദ്ധമാണ്. കർത്താവിൻ്റെ പേരില്ലെങ്കിൽ പേര് പഠിച്ചുകൊള്ളുക. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനോ സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനോ ആണ് പേര്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ മൗലിദ് ചുരുക്കിയതാണെങ്കിൽ പിന്നെ ഇതിൻ്റെ പ്രാമാണികതയെക്കുറിച്ച് അതിൽ കള്ളച്ചരിത്രങ്ങളുണ്ടെന്നോ ശിർക്കുണ്ടെന്നോ ശിർക്കിൻ്റെ വരികളുണ്ട് എന്നൊക്കെ പറയുന്ന അത്തരം ആരോപണങ്ങൾ പിന്നെ വിഷയത്തിലെടുക്കേ വേണ്ട, പരാമർശമർഹിക്കുന്നേയില്ല. ഇനി അല്ലെങ്കിലും വേണമല്ലോ നമ്മൾ ആലോചിക്കുക എന്ന നിലക്ക് മാത്രം കരുതി നമ്മൾ ചിന്തിക്കാം. ഇവിടെ ഇപ്പോൾ പ്രചണ്ഡമായി മങ്കൂസ് മൗലിദിൻ്റെ കുപ്രചരണം നടത്തുന്നവർ തലക്കെന്ന് തന്നെ ഓതുക. തലക്കെന്ന് ഈ മൗലിദുണ്ട് ഓതിയിട്ട് അതിൻ്റെ ഓരോ വരിക്കും ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് നിരക്കാത്ത കള്ളക്കഥകളാണ്, ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് നിരക്കാത്ത കള്ളക്കഥകളാണെന്നതിന് അതിൻ്റെ വരി ഓരോന്നും ഓതിയിട്ട് തുടങ്ങിയിട്ട് ഒന്നാകെ വിവരിച്ചു കൊണ്ട് നടക്കുന്ന ഓരോ വളരെ മോശപ്പെട്ട തരംതാണ രീതിയിലുള്ള വിമർശന പ്രസംഗങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മിക്കവാറും ആളുകളുടെയൊക്കെ കയ്യിലെത്തുന്ന വിധം ഭരണകൂടത്തിൻ്റെ കൂടി ഒത്താശയോടുകൂടെ അല്ലെങ്കിൽ ഭരണപരമായിട്ടുള്ള ഏതോ ഒരു സങ്കേതത്തിൻ്റെ ഒത്താശയോടുകൂടെ ഇത് കൊണ്ടുപിടിച്ച് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് മങ്കൂസ് മൗലിദിൻ്റെ വിമർശനം. ഇതുകൊണ്ടുകൂടിയാണ് നമ്മുടെ IDF ഈ വിഷയം ഇവിടെ പ്രത്യേകം തിരഞ്ഞെടുക്കാൻ കാരണവും. തലക്കെന്ന് നോക്കി നോക്കി സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഇൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലൈഹി. നമ്മൾ സാധാരണ മൗലിദ് ഓതല്ലേ,
മൗലിദിപ്പോൾ തല മുതൽ അവസാനം വരെ ഒന്നും ഞാൻ ഓതാൻ പോണില്ലേ, ഞാൻ വിമർശിക്കപ്പെടുന്ന ഏതാണ്ട് ലേസന് പറഞ്ഞാലും ബാക്കിയൊക്കെ നമുക്ക് തീരും. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വൽ എന്നോട് തുടങ്ങും. റബീഉൽ അവ്വൽ മാസത്തിൽ ഇതാ ഉദിപ്പിച്ചിരിക്കുന്നു അല്ലാഹു, അവൻ എത്ര പരിശുദ്ധൻ. ഖബറ നബിയിൽ ഹുദാ, സന്മാർഗത്തിന്റെ പ്രവാചകരാകുന്ന ആ തിങ്കളിനെ, ചന്ദ്രനെ. ഓ, അവിടെ തന്നെ പോയി കള്ളക്കഥ. റബീഉൽ അവ്വലിലാവുന്നു നബിയുടെ ജനനം എന്നുള്ളതിന് തന്നെ ചരിത്രപരമായി തെളിവൊന്നുമില്ല. ആരോപണം നോക്കിയത് റബീഉൽ അവ്വലിലാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന കതിരോൻ അല്ലെങ്കിൽ തിങ്കൾ ഈ ലോകത്ത് ഉദയം ചെയ്തത് എന്നത് പോലും ചോദ്യം ചെയ്യപ്പെടുകയാണ്. ചരിത്രത്തെ പ്രതി ഇങ്ങനെയൊക്കെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയാൽ, ഇത്തരം നിഷേധ മനസ്ഥിതി ലോകത്ത് വ്യാപിപ്പിക്കാൻ തുടങ്ങിയാൽ എന്തെല്ലാം അനർത്ഥങ്ങൾ അതുകൊണ്ടുണ്ടാവും. നമ്മളെ വാപ്പാരെ പോലും തിരിയാതെ വരും സഹോദരന്മാരെ, അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. സ്വന്തം പിതാക്കളെ പോലും തിരിയാതൊക്കെ വരും. ഇങ്ങനെയൊക്കെ ചോദ്യം ചെയ്യുന്ന നിഷേധ ബുദ്ധി ഇവിടെ പരത്തരുത്. റബീഉൽ അവ്വലിലാകുന്നു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് എന്ന വിഷയത്തിൽ ആധികാരികമായിട്ടുള്ള ഒരു വിയോജിപ്പുമില്ല. പണ്ടത്തെ കാലത്ത് ഏതാ മാസം ഏതാ കൊല്ലെന്നൊക്കെ കണക്കെടുക്കുന്നതിലും മിക്ക ആളുകൾക്ക് എതിർപ്പുണ്ടാവും എന്ന് ഉറപ്പാ. ഇപ്പം നമ്മളൊരു 10-30 വയസ്സായ കുട്ടിൻ്റെ ഉമ്മാനോട് ചോദിച്ചു നോക്കി, ഈ കുട്ടിനെ ഏത് അറബ് മാസത്തിലാണ് പ്രസവിച്ചത്, പറയണ്ടാവില്ല. പലപ്പോഴും പല അഭിപ്രായമായിരിക്കും. 2 സഹോദരിമാർ അവരുടെ മക്കളെ ചൊല്ലി ആ വിഷയത്തിൽ തർക്കിച്ചാൽ ഏത് മാസമാണ് ജന്മം നൽകിയത് എന്ന് തിരിയൂല. നല്ലോണം പഠിച്ചു വെച്ചിട്ടുള്ളവർക്കും തിരിയൂല. കാരണം കാലത്തിനനുസരിച്ച മാറ്റവും വരും, നിശ്ചയിക്കാത്ത രീതിയും വരും, ഉപയോഗമില്ലാത്ത പ്രശ്നവും വരും. ഇങ്ങനെ പല പ്രശ്നങ്ങളാൽ മാസത്തെക്കുറിച്ച് വിഷമുണ്ടാവാറുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് ഇതിലേറെ പരിചയമില്ല മാസം നോക്കുന്ന ഇടപാട്. സംഭവങ്ങൾ ആധാരമാക്കി മാത്രമാണ് ചരിത്രങ്ങൾ അവർ രചിക്കുന്നത്, ചരിത്രങ്ങളെ അവർ വിലയിരുത്തുന്നതും. ആമുൽ ഫീൽ, ആനക്കലഹം എന്ന് നോക്കിയിട്ടാണ്. ആനക്കലഹം, ഈ ആനക്കലഹവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ എത്ര നാൾ മുമ്പ് എത്ര നാൾ പിമ്പ് നോക്കിയാൽ അപ്പം മാസം വിവരമല്ല. അവിടെ കലഹസംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മിക്കവാറും റസൂലുള്ളാന്റെ ആഗമനവുമായി ബന്ധപ്പെട്ട കാലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാന്റെ ജനനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത ദിനങ്ങൾക്ക് മുൻപ് ഒരാനൻ്റെ സംഭവം കൂടി ഉണ്ടാക്കിയിട്ടില്ല എന്ന് വെച്ചാൽ, അത്ഭുതപ്പെട്ട ഒരാനക്കഥ കൂടി ഉണ്ടാക്കിയിട്ടില്ല എന്ന് വെച്ചാൽ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജനനം തീർത്തും ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കാതെ പോയേനെ. ഇപ്പം അങ്ങനെ വരുന്നില്ല. ഒരാനക്കലഹം നടന്നതിൻ്റെ 50-ാം നാൾ അല്ലേ, പല അഭിപ്രായങ്ങളുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു എന്ന് കാണാണ്ട്. കാരണം അത്ര അടുത്തല്ലേ. ആ മാസം റബീഉൽ അവ്വൽ മാസമായിരുന്നുവെന്ന് ചരിത്രം കുറിക്കുന്ന മിക്ക ആളുകൾക്കും അറിയാം. ഹദീസുകൾ സ്ഥിരപ്പെട്ട് പ്രത്യക്ഷപ്പെട്ട് പ്രമാണങ്ങൾ വ്യാപകമായതിൻ്റെ ശേഷം ഇക്കാര്യത്തിൽ ആർക്കും തർക്കമല്ല. ഇവിടെ ഒരു ചെറിയ മോശപ്പെട്ടൊരു വഴക്കം സാധാരണ നിലനിന്ന് വരുന്നുണ്ട്. ഏത് വിഷയത്തിലുണ്ടാവും അഭിപ്രായ വ്യത്യാസം. കിതാബിൽ നോക്കിയാൽ, ചരിത്ര വിഷയങ്ങൾ നോക്കിയാൽ എല്ലാത്തിലും അഭിപ്രായ വ്യത്യാസം. ഇത് അധികം എന്താണെന്നറിയുന്നത്, പ്രമാണങ്ങൾ ലഭിക്കും മുൻപ്, പ്രമാണവുമായി ബന്ധപ്പെടുത്തി വിലയിരുത്തുന്നതിന് മുൻപ് ആരൊക്കെയോ പറഞ്ഞ അഭിപ്രായങ്ങളാണ്. ഈ അഭിപ്രായങ്ങൾ പണ്ടൊരാൾ പറഞ്ഞു പോയാൽ അത് പിന്നെ കിതാബിൽ കൊടുക്കും, ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് എന്ന്. തീലാന്നോ കാലാന്നോ പറഞ്ഞിട്ട് ആ അഭിപ്രായം കൊടുക്കും. പക്ഷേ ഈ ആൾ ഇവിടെ നിരൂപണം നടന്നതിൻ്റെ ശേഷമുള്ള ആളല്ല, അതിൻ്റെ മുമ്പത്തെ ആളാണ്. 4 മദ്ഹബുകൾ കോടീകൃതമായതിൻ്റെ ശേഷം ആ മദ്ഹബുകൾ അറിയാത്ത ആളുകളും ആ മദ്ഹബുകളുടെ നിരൂപണങ്ങൾ കേൾക്കാത്ത ആളുകളും എത്രയേ മദ്ഹബിന് വിരുദ്ധമായ അഭിപ്രായം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത്തരം ആളുകളെ നമ്മൾ മുബ്തദി എന്ന് പറയാറില്ലല്ലോ. ഇജ്മാഇന് വിരുദ്ധമായ അഭിപ്രായങ്ങൾ തന്നെ ഉണ്ട്. വലിയ ചില മഹാന്മാരുടെ അഭിപ്രായത്തെ നോക്കി നിങ്ങൾ ചെറിയ കാര്യത്തിൽ കൊണ്ട് തുടങ്ങിയാൽ കുറച്ച് പോകും. നേരം വെളുത്തിട്ട് നോമ്പുകാരന് ചായ കുടിക്കാം, സൂര്യോദയം വരെ ചായ കുടിക്കാം. ഒരഭിപ്രായം, സൂര്യോദയം വരെ ചായ കുടിക്കാമെന്ന്. എന്നാൽ ഒരുവിധ ആൾക്കാർക്ക് ശ്വാസം മുട്ടവർക്കൊക്കെ നല്ല സുഖമാണ്. ആകെ രാവിലത്തെ ഒരു ചായക്കും വേണ്ടിയിട്ട് നോമ്പ് മുറിച്ചുന്ന ഒരുപാട് ശ്വാസം മുട്ടിയവരുണ്ട്. രാവിലത്തെ ഒരു ചായന് കിട്ടിയാൽ പിന്നെ അങ്ങനെ റെയിൽമ കയറും. നന്ന രാവിലത്തെ ആ ഒരു ഗ്ലാസ് ചായന് കിട്ടിയാൽ അത് മുടങ്ങിണീൻ്റെ പേരിൽ മാത്രം നോമ്പ് മുറിക്കുന്ന ആളുകളുണ്ട്. അത്തരക്കാർക്കൊക്കെ സൂര്യനുദിക്കുന്നത് വരെ ചായ കുടിക്കുക, ചോറ് കഴിക്കാന്ന് കിട്ടിയാൽ നല്ല സുഖമല്ലേ. അങ്ങനെ അഭിപ്രായപ്പെട്ടവർ വലിയവരാണ്. പക്ഷെ ആ അഭിപ്രായം നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല, അതനുകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ പോലും പറ്റില്ല. കാരണം ഇജ്മാഇന് വിരുദ്ധമാണത്. ലക്ഷ്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് പണ്ഡിതന്മാർ കാര്യകാരണ സഹിതം സമർത്ഥിച്ചിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കൃത്യമായിട്ട് റെഡി വന്നിട്ട് നോമ്പിൻ്റെ മസാല കോടീകൃതമായപ്പോൾ
പിന്നെ ഈ അഭിപ്രായത്തിന് വിലയില്ല. അപ്പം ഇത്തരം ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ചരിത്രത്തിൽ കാണും. ഈ അർത്ഥത്തിൽ റസൂലുള്ളാഹിന്റെ ജന്നത്തെക്കുറിച്ച് ആരെങ്കിലും പണ്ട് ഏതോ മാസം എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ റബീഉൽ അവ്വൽ 12-നാകുന്നു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലാതായിട്ടുണ്ടിപ്പോൾ. പ്രചാരപ്പെട്ട അഭിപ്രായം അതായതുകൊണ്ട് പ്രഗത്ഭരായ ഇമാമുകളൊക്കെ അത് സ്ഥിരീകരിച്ചതുകൊണ്ട് റബീഉൽ അവ്വലിലെ ചില തീയതികൾ മാറ്റിപ്പറഞ്ഞവർ പ്രഗത്ഭർ തന്നെയുണ്ട്. എന്നാൽ പോലും റബീഉൽ അവ്വലിലാണ് എന്ന് പറഞ്ഞതിന് മാറ്റം എന്നാലും വരൂല. റബീഉൽ അവ്വൽ അല്ലാത്ത മാസം എന്ന് പറഞ്ഞത് വളരെ ബാലിശവും ചവറ്റുകൊട്ടയിലേക്ക് എറിയപ്പെടേണ്ടതുമാണെന്ന് തന്നെയാണ് നമ്മുടെ ഇമാമികൾ വിവരിക്കുന്നത്. അപ്പം അതുകൊണ്ട് റബീഉൽ അവ്വലിലാണ് ഈ കതിരോൻ അല്ലാഹു തആല ജന്മം നൽകിയത്, ഉദിപ്പിച്ചത് എന്ന് പറയുന്നതിൽ യാതൊരു ബന്ധികേടുമില്ല. റബീഉൽ അവ്വൽ 12-നാകുന്നുവെന്ന് നിരവധി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഇമാമുകൾ സമർത്ഥിച്ചിരിക്കെ ഒരു ചരിത്ര സത്യത്തിന് ആവശ്യമായ ബലപ്പെട്ട തെളിവുകൾ കൊണ്ട് തന്നെ തെളിഞ്ഞിട്ടുള്ള ഒരു ചരിത്ര വസ്തുതയായിരിക്കെ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബീഉൽ അവ്വൽ ജനിച്ചു വന്ന മങ്കൂസ് മൗലിദിൻ്റെ ഇതിൽ വേറെ കോടാലൊന്നും എടുക്കണ്ട, കത്തിയൊന്നുമായിട്ട് വരണ്ട.